എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാട് കാണാൻ. ഇതിനും ഭംഗിയുണ്ടായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, ആ സ്ഥലങ്ങളും അല്ലേ. ഒരു രാത്രിയിലെ കുറച്ച് നിമിഷങ്ങളെ കൊണ്ട് എല്ലാം നശിച്ചു. എത്രയോ പേര് മരിച്ചു, എത്രയോ പേര് അനാഥരായി, കുറേ പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. കുറേ പേരില്ല, അവിടെ ഉള്ളവരുടെയൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു. ഇനി അവിടെ തിരിച്ചു വന്ന് താമസിക്കാൻ പറ്റില്ല. അതേപോലെ അവിടെ ആ നാട്, റോഡും പോയി, എല്ലാം പോയി, സ്കൂള് പോയി, വാഹനങ്ങൾ നഷ്ടപ്പെട്ടു അല്ലേ. കുറേ പേരുടെ ശവശരീരം കിട്ടി, കുറേ പേരുടെ കയ്യും കാലും, ആരുടെയാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. കയ്യും കാലും തലയും. ഞാനിത് വാട്സപ്പിൽ വീഡിയോസ് കണ്ടതായിരുന്നു. ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. ചിലവരുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അതൊക്കെ മണ്ണിൻ്റെ അടിയിൽ പൊടിഞ്ഞില്ലാതെയായി പോയിട്ടുണ്ടാവും. ഇനി കിട്ടും തോന്നുന്നില്ല. അപ്പോൾ പ്രകൃതി നമുക്ക് ഒരു വിലയും തരാത്തൊരു സമയമായിരുന്നു അല്ലേ അത്. നമ്മുടെ ജീവനൊക്കെ എത്ര വില തന്നിട്ടുള്ളൂ പ്രകൃതിന്ന് തോന്നിപ്പോയി എനിക്ക്. സത്യത്തിൽ നമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. നമ്മളും മറ്റുള്ളവരുടെ ജീവന് വില കൊടുക്കാറുണ്ടോ? നമ്മുടെ ജീവന് നമ്മൾ വില കൊടുക്കാറുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് രീതികളെ കുറിച്ചിട്ടാണ്. എന്താ അശ്രദ്ധമായിട്ട് നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യണത്. ഞാനെന്ത് പറയുമ്പോൾ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. കാരണം എത്ര അപകടങ്ങളാണ് നമ്മൾ മിക്കവാറും കേൾക്കുന്നത്. മിക്ക ദിവസങ്ങൾ അപകടങ്ങൾ കേൾക്കാറുണ്ട്. അപകടങ്ങൾ കൂടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എത്രയോ അപകട മരണങ്ങൾ. അതിന് കേൾക്കുന്നത് നിയന്ത്രണം ഇട്ടിട്ട് വണ്ടി പോയി ഇടിച്ചെന്നാണ്. നിയന്ത്രണം ഇട്ടിട്ട് ബൈക്ക് പോയി പോസ്റ്റിലിടിച്ചു, ബസ്സിലിടിച്ചു, ലോറിക്ക് പുറകിടിച്ചു, കാറ് നിയന്ത്രണം വിട്ട് മതിലിടിച്ചു, പാടത്തേക്ക് മറിഞ്ഞു, അങ്ങനെ അപകടം, അങ്ങനെ മരണങ്ങൾ, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ് നിയന്ത്രണം വിടുന്നത്? വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമല്ലോ നമ്മുടെ വണ്ടി. എങ്ങനെയാണ് നിയന്ത്രണം വിടുന്നത്? ഒന്നുകിൽ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചിട്ട്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ട്, അല്ലെങ്കിൽ റോട്ടിൽ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും കിടക്കുമ്പോൾ അതുമ്പിൽ തെന്നിപ്പോയിട്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഓവർ സ്പീഡ് കൊണ്ടാണ് നമ്മുടെ നിയന്ത്രണം വിടുന്നത്. ഓവർ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല വണ്ടി. നമ്മൾ വിചാരിക്കും നമുക്ക് ചവിട്ടിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ടേൺ ചെയ്ത് വെട്ടിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ ഒരു അപകടം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു നമുക്ക് മനസ്സിലാവുക. കാരണം എനിക്ക് അനുഭവമുണ്ട്. ഗൾഫിലൊക്കെ വെച്ചിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവല്ലേ. അപ്പോൾ അപ്പോഴൊക്കെ ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ അവിടെയൊക്കെ നല്ല സ്പീഡിലല്ലേ പോവുക. അപ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ചവിട്ടി നിർത്താൻ നോക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഇത്രയും ഉണ്ടായിരുന്നു നമുക്ക് തോന്നിപ്പോവുക. കാരണം നിൽക്കില്ല വണ്ടി അങ്ങ് ചവിട്ടിയാലും ബ്രേക്ക് ചവിട്ടിയാലും നിരങ്ങി അങ്ങോട്ട് പോകും, ഇടിക്കും എന്നുള്ളൊരവസ്ഥ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളെ കൊണ്ടാണ് ഞാൻ പറയണത്. നമ്മളൊരിക്കലും നോർമലായ ഒരു സ്പീഡിലല്ല പോകുന്നത്, ഓവർ സ്പീഡിലാണ് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നത്. നിങ്ങളിനി മുതൽ റോഡിലോട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 30 കിലോമീറ്ററിൽ പോകേണ്ട ഒരു സ്ഥലം, അതായത് സ്കൂളുകൾക്ക് മുന്നേ തിരക്കുള്ള സ്ഥലങ്ങൾ. ഞാൻ 4 വരി പാതയിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്, 6 വരി പാത 4 വരി പാതയിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നമ്മുടെ ഉൾറോഡുകളുണ്ടല്ലോ, ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ഉൾറോഡുകൾ, 4 വരിയും 6 വരിയും അല്ലാത്ത സ്ഥലങ്ങളിൽ അവിടുത്തെ കാര്യങ്ങൾ പറയണത്. സ്കൂളുകൾക്ക് മുന്നേ 30 കിലോമീറ്ററിൽ പോകാൻ പാടുള്ളൂ. ആരും 30 കിലോമീറ്ററിൽ പോകുന്നത്? 35 അല്ല, 30 കിലോമീറ്ററിൽ മേലെ, 35 മേലെ പോയി ഓവർ സ്പീഡായി. ഓവർ സ്പീഡ് 50, 60, 80 ആവണ്ട. 30 കിലോമീറ്ററിൽ പോകേണ്ട ഒരു റോഡിൽ നമ്മൾ 40 കിലോമീറ്ററിൽ പോയാൽ തന്നെ അത് ഓവർ സ്പീഡായി. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ 30 കിലോമീറ്ററിൽ പോകേണ്ട ഒരു റോഡിൽ, സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ തിരക്കുള്ള ഒരു ജംഗ്ഷൻ, അവിടെയൊക്കെ 30 കിലോമീറ്ററിലാണ് നമ്മൾ പോണത്. 90 മേലെയും 95 പേരും പോണത് അവിടെയൊക്കെ ഭയങ്കര ഓവർ സ്പീഡിലാണ്. ഞാനത് കുറേ മാസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഓവർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് നിയന്ത്രണം വിട്ടു പോകും, നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല വണ്ടി. അത് എപ്പോഴാണ് മനസ്സിലാക്കി വെച്ചെങ്കിൽ ഒരു അപകടം ഫ്രണ്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ചവിട്ടി നിർത്താൻ നോക്കുമ്പോഴാവും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ നമ്മുടെ വണ്ടി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും വണ്ടിയുടെ സ്പീഡോമീറ്ററില്ലേ, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്നുള്ള മീറ്റർ, അത് നമ്മളെപ്പോഴും നോക്കുക. എന്നിട്ട് ആ റോഡിന്, നമുക്ക് ഇപ്പോൾ എല്ലാ റോഡിലും സൈൻ ബോർഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ റോഡ് വളരെ മോശമാണ്, അത് മറ്റൊരു കാര്യം. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാതിരിക്കലല്ലോ വേണ്ടത്. നമ്മുടെ റോഡിലെ സൈൻ ബോർഡുകളും മറ്റുള്ള കാര്യങ്ങളും സിഗ്നലും ഒക്കെ പോരായ്മകളുണ്ട് എന്ന് വെച്ച് നമ്മൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കല്ലേ വേണ്ടത്, ശ്രദ്ധ കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കേണ്ടത്. നമ്മൾ പൊതുമരാമത്തിനെയും ഗവൺമെൻറ്റിനും ഒക്കെ നമുക്ക് കുറ്റം പറയാം, പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോരുതല്ലോ. ആരുടെ കുറ്റമായിക്കോട്ടെ, നമ്മൾ നമ്മുടെ ജീവനും ആരോഗ്യവും മറ്റുള്ളവരുടെ ജീവനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അത് ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാം നഷ്ടം, നമുക്ക് തന്നെയാണ് നഷ്ടം, അല്ലെങ്കിൽ നമ്മൾ പോയി ഇടിക്കുന്ന ആ വ്യക്തിക്കും ആണ് നഷ്ടം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും നിങ്ങൾ സ്പീഡോമീറ്ററിൽ ഇടയ്ക്ക് നോക്കുക, നമ്മുടെ വണ്ടി ഓവർ സ്പീഡായോ എന്നൊക്കെ. കാരണം നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് സ്പീഡ് പെട്ടെന്ന് മനസ്സിലാവില്ല. സ്പീഡോമീറ്ററിൽ നോക്കിയാലേ വണ്ടിയുടെ സ്പീഡ് കൃത്യമായിട്ട് നമുക്കറിയുള്ളൂ. അപ്പോൾ 30 കിലോമീറ്ററിൽ പോകേണ്ട സ്ഥലങ്ങളിൽ 30, 35 അതിലപ്പുറത്തേക്ക് പോകരുത്. 40 ഒക്കെ പോയാൽ പെട്ടെന്ന് ഒരു സ്കൂളിൻ്റെ മുന്നിലാണെന്ന് വെച്ചെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ശ്രദ്ധിക്കുന്നില്ല. സീബ്ര ലൈനിൽ കൂടെ മാത്രമല്ല പോകുന്നത്. ആരെ നിയമങ്ങൾ, വണ്ടി ഓടിക്കണവരും നിയമങ്ങൾ പാലിക്കുന്നില്ല, നടക്കുന്നവരും ശ്രദ്ധിക്കുന്നില്ല.
അപ്പോൾ നമ്മൾ ഒറ്റ ലക്ഷ്യം മാത്രം മനസ്സിൽ വിചാരിച്ചത് അപകടം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. ഇപ്പോൾ സ്കൂളിൻ്റെ മുന്നിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ സീബ്ര ലൈനിൽ കൂടെ എല്ലാ ആളുകൾ ക്രോസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ എൻ്റെ ഭാഗത്താണ് ശരി, സീബ്ര ലൈനിൽ മാത്രം നിർത്തുകൊണ്ട് പറഞ്ഞിട്ട് പോയി തോന്നിയ പോലെ ഓടിച്ച് ഓവർ സ്പീഡിൽ പോകരുത്. അവിടെ നമ്മൾ നിർത്തി കൊടുക്കുക, അവർ കടന്നോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ട് കടന്നോട്ടെ, നമ്മുടെ തന്നെ ആളുകളല്ലേ. ഞാൻ എത്രയോ നാളായി ഇവിടെ കറക്റ്റ് നിയമങ്ങളും സ്പീഡൊക്കെ നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് പലപ്പോഴും പറ്റാറില്ല, ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ 30 കിലോമീറ്ററിൽ പോകേണ്ട ഒരു വളവ് എത്തി, 30 കിലോമീറ്ററിൽ പോകാൻ പാടുള്ള വെച്ചെങ്കിൽ ആ 30 കിലോമീറ്ററിൽ ഇങ്ങനെ പോകുന്ന ബാക്കിൽ വലിയൊരു ബസ്സോ അല്ലെങ്കിൽ ഒരു വലിയ ലോറിയൊക്കെ പറഞ്ഞു വെച്ചെങ്കിൽ അവർ ഇടിക്കാൻ വരുന്ന പോലെ വരിക ഓവർ സ്പീഡിൽ. അപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാനും സ്ഥലം ഉണ്ടാവില്ല അവിടെ. അപ്പോൾ നമ്മൾ അവിടെ സ്പീഡിൽ പോകേണ്ടി വരും. അപ്പോൾ ഞാൻ എല്ലാവരും എല്ലാവരും നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് ഇല്ലാത്തൊരു കാര്യം ഇത്രയും നാളായിട്ട് ഇല്ലാത്തൊരു നിയമം പാലിച്ചിട്ടുള്ള ഡ്രൈവിംഗ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ സ്പീഡൊന്ന് കുറയ്ക്കുക എല്ലാവരും. ഓവർ സ്പീഡാണ് മിക്ക അപകടങ്ങൾക്കും മെയിനായിട്ടുള്ള കാരണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ഹെൽമെറ്റ് വയ്ക്കും, സീറ്റ് ബെൽറ്റ് ഇടും, ഇതൊക്കെ അപകടം നടന്നാൽ അതിൻ്റെ പെരുക്കുകളുടെ ആഘാതമേ കുറയ്ക്കുള്ളൂ, അതിൻ്റെ വ്യാപ്തിയെ കുറയ്ക്കുള്ളൂ. ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അപകടം വരാതിരിക്കില്ലല്ലോ, സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് അപകടം വരാതിരിക്കില്ല. നമ്മൾ അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഓടിക്കുമ്പോൾ അപകടം വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ സ്പീഡൊന്ന് കുറയ്ക്കുക. ഓവർടേക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര ഓവറായിട്ടുള്ള സ്പീഡിൽ പോകില്ല, നോർമൽ സ്പീഡിൽ പോകാൻ നോക്കുക. ഒക്കെ തന്നെയാലും ബസ്സിൽ പോയി വരണ പോലെ അല്ലല്ലോ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകുമ്പോൾ. എന്തായാലും ബസ്സിൽ പോകണമെങ്കിൽ ഏറ്റവും സുഖത്തിൽ നമുക്ക് പോകാം. വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ കയറി നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മുടെ സ്വന്തം വണ്ടി എത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങാം. കാറാച്ചെങ്കിൽ AC ഇട്ട് പോവാം. ബസ്സിൽ AC ഇല്ല എന്നല്ല, AC ഉള്ള ബസ്സുകളും ഉണ്ട്. അപ്പം ബസ്സിൽ പോകുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ബസ് എവിടെ സ്റ്റോപ്പിൽ സ്റ്റാൻഡ് വരെ നമ്മൾ വേറെ ഓട്ടോ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നടന്നോ ഒക്കെ പോകേണ്ടി വരും. പിന്നെ ബസ് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ എത്തേണ്ട സ്ഥലത്തേക്ക് വീണ്ടും വേറെ വണ്ടി ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും. അതിലും എന്തുകൊണ്ടും സുഖമാണല്ലോ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ഓവർ സ്പീഡ് കാണിക്കാതിരിക്കുക, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഞാനത് പറയണത് നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഞാൻ 100% കറക്റ്റ് നല്ല ഡ്രൈവർ എന്നൊന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ തിരുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ അത് തിരുത്തി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് 99% 100% അപകടങ്ങൾ കുറയാം. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു കാറ് പോകുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു കാർ ഓടിക്കുന്നു വിചാരിക്കുക, നമ്മുടെ ഫ്രണ്ടിലൊരു കാറ് പോകുന്നുണ്ട്, ആ കാറ് റോഡിൽ നിർത്തി വിചാരിക്കുക, സൈഡാക്കാത്ത റോട്ടിൽ നിർത്തിയാൽ നമ്മളൊന്ന് സ്ലോ ആക്കുക. കാരണം ആ കാറിൻ്റെ ഫ്രണ്ടിൽ എന്താണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ കാർ ഓടിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബസ്സാണ് പോകുന്നത് വെച്ചെങ്കിൽ അതും സ്ലോ ആക്കി അതിനെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് പോകാതിരിക്കുക. ചിലപ്പോൾ ഒരു ആൾ ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, റോഡ് ക്രോസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാവും ചിലപ്പോൾ ആ വണ്ടി സ്ലോ ആക്കിയത്. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡിലോ അതിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആൾ ക്രോസ് ചെയ്യുമ്പോൾ ആളെ പേടിക്കില്ലേ, ആൾക്ക് നമ്മുടെ വണ്ടി ആൾ ശ്രദ്ധിച്ചോളണമെന്നില്ല. ഇനിയിപ്പോൾ അതല്ല, ഒരു ബൈക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റ് കിടക്കാൻ വേണ്ടി സ്ലോ ആക്കി, അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു കാറാണ്, അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബൈക്ക് റൈറ്റിലേക്ക് കയറാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ടിലെ കാറ് സ്ലോ ആക്കുമ്പോൾ നമ്മൾ കരുതണം അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് സ്ലോ ആക്കിയെന്ന്. ചിലർ ഒന്നുമില്ലാതെ വെറുതെ നട റൂട്ടിൽ സ്ലോ ആക്കും, സാരില്ല, എന്താ ചെയ്യുക, നമ്മുടെ റൂട്ടിലെ ഡ്രൈവിങ് അങ്ങനെയായിപ്പോയി. നമ്മളപ്പോൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാതെ ഇരിക്കുക, ഒന്ന് സ്ലോ ആക്കിയിട്ട് എന്താ പറയുക, ഒന്ന് ശ്രദ്ധിച്ച് ഓവർടേക്ക് ചെയ്യുക. കാരണം ആ ബൈക്ക് ഫ്രണ്ടിൽ പോകുന്ന ബൈക്ക് റൈറ്റിലേക്ക് തിരിയാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ വണ്ടിമേ പോയി ഇടിക്കും, അങ്ങനെ അവിടെ അപകടം ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ നേരെ 3 കൂടി ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഒരു ഉൾറോട്ടിൽ നിന്ന് ഒരു മെയിൻ റോഡിലേക്ക് പോവുകയാണ്. മെയിൻ റോഡിൽ വലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ എത്തി നിർത്തി വണ്ടി, മെയിൻ റോഡിലേക്ക് കിടക്കണതിൻ്റെ മുന്നേ നിർത്തി 2 സൈഡും വണ്ടി വരുന്നുണ്ടോ നോക്കുകയാണ്. ലെഫ്റ്റിലേക്ക് നോക്കി വണ്ടി വരുന്നില്ല. അപ്പോൾ ലെഫ്റ്റിലത്തെ ആ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളവായതുകൊണ്ട് നമുക്ക് ഇത്ര വിസിബിലിറ്റി ഉള്ളൂ അവിടെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത്, ആ വളവിൻ്റെ അപ്പുറത്തേക്ക് കൂടെ വണ്ടി വരുന്നത് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ റൈറ്റിലേക്ക് നോക്കി ഇതുപോലെ തന്നെ അവിടെയും വളവാണ്, നമുക്ക് അത്ര ദൂരെ അവിടെ നിന്ന് കാഴ്ചയുള്ളൂ. അപ്പോൾ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ വലത്തോട്ടേക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും മെയിൻ റോഡിൽ ഓവർ സ്പീഡിൽ ലെഫ്റ്റെന്നോ റൈറ്റെന്നോ എവിടെന്നെങ്കിലും ഒരു വണ്ടി വരുന്നത്. അത് കാറോ ബസ്സോ ലോറിയോ എന്തോ ആവാം. അപ്പോൾ അവിടെ ആക്സിഡൻറ്റ് പറ്റും. ഈ മെയിൻ റോഡിൽ ഓവർ സ്പീഡിലാണ് വരുന്നത് വെച്ചെങ്കിൽ അവിടെ 30 കിലോമീറ്ററേ പാടുള്ളൂ. പക്ഷേ നമ്മുടെ റോട്ടിൽ കൂടെ, ഈ റോട്ടിൽ കൂടെ മെയിൻ റോട്ടിൽ കൂടെ പോണത് 30-ലൊന്നുമല്ല പോണത്, ഈ വളവിലൊന്നും. ഞാൻ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. 40-ലും അല്ല പോണത്, 50-ലും മേലെ, 50 അതിലും മേലെ, 60, 70 ഒക്കെ വരെ എത്തുന്നുണ്ട് സ്പീഡ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ ഉൾറോട്ടിൽ നിന്ന് വരുന്ന ആൾ മെയിൻ റോട്ടിലേക്ക് കടന്നുണ്ടെങ്കിൽ ഈ മെയിൻ റോട്ടിൽ നിന്ന് വരുന്ന ഇത്രയും ഓവർ സ്പീഡിൽ വരുന്ന വണ്ടിക്ക് അവിടെ എങ്ങനെ ചവിട്ടി നിർത്താൻ പറ്റുക?
അടുത്തെത്തിയിട്ടില്ലേ കാണാൻ പറ്റുക, ചവിട്ടി നിർത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ അപകടം ഉണ്ടാവും. ഇനിയിപ്പോൾ ചവിട്ടി നിർത്തിയാൽ തന്നെ അപകട സാധ്യതയാണല്ലോ അവിടെ ഉണ്ടാവുന്നത്. ഈ ചവിട്ടി നിർത്തുന്ന മെയിൻ റോഡിലെ ആ ലോറിയൊക്കെ ആണെന്നുവെച്ചെങ്കിൽ അത് ചിലപ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സ്കിഡായിട്ട് പാടത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടിയുടെ മേലേക്ക് പോവുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അപകടം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ സ്ലോ ആക്കി പോകണം. നമുക്ക് സമയത്തെക്കാട്ടും പ്രധാനമാണ് നമ്മുടെ ജീവൻ എന്നുള്ളത് ഓർക്കുക എപ്പോഴും. പിന്നത്തെ ഒരു കാര്യം, ഈ 2 വളവിലും സൈൻ ബോർഡുകളില്ല കേട്ടോ. എത്ര കിലോമീറ്ററിൽ പോകണം എന്നുള്ള ബോർഡില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാമല്ലോ, ഒരു വളവ് ഉണ്ടാകുമ്പോൾ അവിടെ ഇട റോഡ് ഉണ്ടാവാം, വളവ് വരുമ്പോൾ സ്ലോ ആക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ, സൈൻ ബോർഡുകളില്ലെങ്കിലും. നമ്മുടെ റോഡുകളിൽ എവിടെയാണ് മര്യാദയ്ക്ക് സിഗ്നലുകളും സൈൻ ബോർഡുകളും റോഡിലെ വരകളും ഒന്നും മര്യാദയ്ക്കില്ലാത്ത സ്ഥലമാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു 3 കൂടിയ ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ ചിലർ ചെയ്യണ കാണാറ്, റൈറ്റിലേക്ക് കയറണം വെച്ചെങ്കിൽ ചെയ്യണ കാണാറ്. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഇതിൽ വലത്തെ സൈഡിലൊരു മഞ്ഞ ഷർട്ടിട്ടുള്ള വണ്ടി ഇങ്ങോട്ട് വരുന്നില്ലേ, അവിടെ പോയി നിൽക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. എന്നിട്ട് റൈറ്റിലേക്ക് കണ്ട് കയറും. അത് റൈറ്റ് ട്രാക്കിലേക്ക് തന്നെ കയറിയിട്ട് സ്പീഡിൽ അങ്ങ് പോയിട്ട് ലെഫ്റ്റിലേക്ക് കണ്ട് കയറും. അത് ഭയങ്കര അപകടമാണ്, അങ്ങനെ കയറരുത് ഒരിക്കലും. ഇവിടെ എങ്ങനെ കയറേണ്ടത് വെച്ചെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ ഫോട്ടോയിൽ കാണുന്ന ആ പച്ച ഷർട്ട് ഇട്ടിട്ടൊരു സ്കൂട്ടർ അങ്ങോട്ട് പോകണില്ലേ, ആ ഭാഗത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റും റൈറ്റും കാണുന്ന രീതിയിൽ, അപ്പുറത്ത് ആ റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും കാണുന്ന രീതിയിൽ വണ്ടി നിർത്തുക. എന്നിട്ട് കയറ്റി നിർത്തരുത്, കറക്റ്റ് ആ പോയിന്റിൽ നിർത്തുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്. എന്നിട്ട് വണ്ടി 2 സൈഡിലും വരുന്നില്ല വെച്ചെങ്കിൽ ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറിയിട്ട് പോകണം. റൈറ്റ് ട്രാക്കിലേക്കല്ല കയറേണ്ടത്. നമ്മുടെ എപ്പോഴും ലെഫ്റ്റ് ട്രാക്കാണ്. റൈറ്റ് ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ വന്ന് ബ്ലോക്കാവും, അല്ലെങ്കിൽ ഇടിക്കുക എന്തെങ്കിലും സംഭവിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വേറെ വണ്ടികളൊന്നുമില്ല, റോഡ് കാലിയായിട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോകാമെന്ന് അർത്ഥമില്ല. നമ്മൾ ആ റോഡിന് പറ്റിയ സ്പീഡിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അത് ചിലപ്പോൾ റോഡ് സൈഡിൽ സൈൻ ബോർഡുകളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമ്മുടെ യുക്തിക്കനുസരിച്ച് അവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. സൈൻ ബോർഡുകളില്ല വെച്ചെങ്കിൽ ഒരു ജംഗ്ഷൻ വരുമ്പോൾ അവിടെ സ്ലോ ആക്കുക, തിരക്കുള്ള റോഡുകൾ വരുമ്പോൾ അവിടെ സ്ലോ ആക്കുക. സ്ലോ ആക്കുക എന്ന് പറയുമ്പോൾ ഒരു 30, ചിലപ്പോൾ 25ലേക്ക് പോകേണ്ടി വരും. ടൗൺ ഏരിയകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ 20, 25 പോകേണ്ടി വരും. അത് നമ്മുടെ യുക്തി പോലെ. സൈൻ ബോർഡുകൾ പലയിടത്തും ഇല്ലല്ലോ നമ്മുടെ റോഡിൽ. എന്തായാലും ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണ പോലെ റോഡിൽ ഒരിക്കലും 50 മുകളിൽ പോകരുത്, ഒരിക്കലും സേഫല്ല. അത് അപകട സാധ്യത കൂടുതലാണ്. കാരണം റോഡ് സൈഡിൽ നിന്ന് ഒക്കെ വണ്ടികൾ റോഡിലേക്ക് കയറണത് നോക്കുക പോലും ഇല്ലാതെയാണ് കയറി വരുന്നത്. അപ്പോൾ 2 കൂട്ടർക്കും, ഓടിക്കുന്നവർക്കും കയറി വരുന്നവർക്കും അപകടം ഒരുപോലെയാണ്. റോഡിലേക്കൊക്കെ മെയിൻ റോഡിലേക്കൊക്കെ കയറുമ്പോൾ എന്തായാലും വേറെ വണ്ടികൾ വരുന്നുണ്ടെന്ന് ഉറപ്പായിട്ടും നോക്കിയിട്ട് കയറണം. പക്ഷെ അത് ആരും ചെയ്യുന്നില്ല. അറിയാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല എന്താ അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യണതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന സുഹൃത്തുക്കൾ, അച്ഛൻ, അമ്മ, അനുജൻ, അനുജത്തി, ആർക്കാണെങ്കിലും ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ഞാൻ പറയണതിൽ എന്തെങ്കിലും സത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ശരിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ച് പതുക്കെ വണ്ടി ഓടിക്കുക. നമുക്ക് ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് ആ 1 മണിക്കൂറിന് കൃത്യമായിട്ട് ഇറങ്ങാതെ ഒരു 15-20 മിനിറ്റ് മുന്നേ ഇറങ്ങുക, സമാധാനമായിട്ട് പോവുക, ആ സ്ഥലത്തെത്തുക. സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ വണ്ടിക്ക് പെട്രോളിൻ്റെ മൈലേജ് കൂടും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വെച്ചെങ്കിൽ മൈലേജ് കൂടുള്ളൂ. ഞാനത് നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. നമ്മൾ ഈ ചവിട്ടി കുത്തി ഓൺ സ്പീഡിൽ പോയി പിന്നെ സ്ലോ ആക്കി പിന്നെയും ചവിട്ടി കുത്തി അങ്ങനെ പോകുമ്പോൾ മൈലേജ് കുറയേ ഉള്ളൂ. സമയം വലിയ ലാഭമൊന്നും കിട്ടുന്നൊന്നുമില്ല. ഞാനത് നോക്കിയിട്ട് പറയണതാണ്. നമ്മളിപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലമാണ് വെച്ചെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നെങ്കിലും ഇറങ്ങുക അവിടെ നിന്നിട്ട് പതുക്കെ പോവുക. അപ്പോൾ അത്രയ്ക്കാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.